അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ചാനലിലൂടെ എന്നെ ശ്രവിക്കുന്ന എല്ലാ ബഹുമാനിരായ പ്രിയപ്പെട്ടവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ മോശ ദൈവത്തോട് നിലവിളിക്കുകയാണ്. അവിടെ മോശയുടെ ഒരു നിലവിളി നമുക്കവിടെ കാണാൻ സാധിക്കും. 14-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. അപ്പോൾ യഹോവ മോശയോട് അരുളിച്ചത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്താ? മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക. നിലവിളിച്ച അനുദപിച്ച മോശയോട് ദൈവം പറയുകയാണ്, നീ മുന്നോട്ട് പോകുക. നിലവിളിയോടെ നിരാശയോടെ ഇരുന്ന മോശയോട് ദൈവം പറഞ്ഞ ആ വാക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. ചെങ്കടലിന് മുമ്പിൽ നിന്ന് മോശ നിലവിളിക്കുകയാണ്. നിലവിളിച്ച മോശയോട് ദൈവം പറയുക, നീ എന്തിനാണ് നിലവിളിക്കുന്നത്? കാരണം ഈ പ്രതിസന്ധി അതിജീവിക്കാനുള്ള, ആ ചെങ്കടലിനെ മറികടക്കാനുള്ള ഒരു വടി ഞാൻ നിന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് അധികാരത്തിൻ്റെ വടിയാണ്. ഈ ചെങ്കടലിനെ അതിജീവിക്കാനുള്ള, ഈ ചെങ്കടലിനെ ചാടിക്കടക്കുവാനുള്ള ആ വലിയൊരു അധികാരത്തിൻ്റെ വടി ഞാൻ നിന്റെ മേൽ കൈമാറിയിരിക്കുകയാണ്. അതുകൊണ്ട് മോശ നീ നിലവിളിക്കണം. ഇന്ന് പകൽ ഈ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് തരുന്ന ഉറപ്പ് പ്രതിസന്ധിയുടെ നടുവിൽ നിരാശപ്പെട്ടു പോകാനല്ല, അധൈര്യപ്പെട്ടു പോകാനല്ല, ആകലിലൂടെ ഇരിക്കാനല്ല, നിരാശയുടെ വാക്കുകൾ പറഞ്ഞ് പിന്തിരിയാനല്ല, മുന്നോട്ട് പോക്കും. അധികാരത്തിൻ്റെ വടി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതെ, ആ ചെങ്കടലിനെ മറികടക്കാനുള്ള, ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള, ഈ പ്രശ്നത്തെ അതിജീവിക്കാനുള്ള ദൈവിക അധികാരം നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുക. മോശയെ പോലെ നിലവിളിക്കാനല്ല, അധികാരം പ്രാപിച്ചിട്ടും നിലവിളിയോടെ നിരാശയോടെ അത് മനസ്സിലാക്കാതെ യാത്ര ചെയ്യുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ദൈവിക അധികാരത്തെ നാം മറന്നു കളയരുത്. നമ്മുടെ മേൽ പകർന്ന ദൈവിക അഭിഷേകത്തെ, ദൈവിക അധികാരത്തെ, ആ നിയോഗത്തെ പകർന്നുകൊണ്ട് നാം മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമുക്ക് നിയോഗം നൽകുകയാണ്. അതുകൊണ്ട് മോശയെ പോലെ നിലവിളിച്ച് നിൽക്കാനല്ല, ആ പ്രാപിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം, ആ ദൈവിക അധികാരത്തിനൊത്തവണ്ണം മുന്നോട്ട് പോകുവാൻ ദൈവാത്മാവ് നമുക്ക് ഗൈഡൻസ് നൽകുകയാണ്, എനിക്ക് അധികാരം നൽകുകയാണ്. അത് പറയുന്നു, നിലവിളിക്കണം, നീ മുന്നോട്ട് പോക്കോ. ആ ജനത്തോട് പറ, മുന്നോട്ട് പോക്കോ, ഞാൻ നിന്റെ കൂടെയുണ്ട്. അതെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏതൊക്കെയോ പ്രശ്നത്തിന് നടുവിൽ, ഏതൊക്കെയോ പ്രതികൂലത്തിന് നടുവിൽ ഇനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല, മുന്നോട്ട് പോയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ ചഞ്ചലപ്പെട്ട് അധൈര്യപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നത്, മുന്നോട്ട് പോകും, ഞാൻ നിന്റെ കൂടെയുണ്ട്. ആ മോശയുടെ കരത്തിൽ പിടിച്ച ദൈവം നമ്മുടെ കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അതെ, ഈ വിഷയത്തെ അതിജീവിക്കുവാൻ, ഈ വിഷയത്തെ മറികടക്കാനുള്ള അഭിഷേകവും അധികാരവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ പകർന്നുള്ള ആ വലിയ ബോധ്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. അതെ, ആ ചെങ്കടൽ കടന്ന് നാം വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കുമെന്നുള്ള ആ അകത്തെ ആ പ്രാപിച്ച ആ വലിയ നിയോഗത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. എന്തിനാണ് അധൈര്യപ്പെടുന്നത്? എന്തിനാണ് നാം ചഞ്ചലപ്പെടുന്നത്? നമ്മെ വിളിച്ചവൻ നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നത്തെ നാം അതിജീവിക്കും. അതെ, ഈ ചെങ്കടലിനെ മറികടക്കും എന്നുള്ള ആ വലിയ താല്പര്യത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എന്നെ ശ്രമിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കേണ്ടത് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.